അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റിൽ BSc ഡിഗ്രി പൂർത്തിയാക്കിയ ഉദ്യോഗാർത്ഥികൾക്ക് വീണ്ടും വലിയൊരു അവസരം ഒരുക്കുവാണ് കേരള PSC. കേരള PSCയുടെ റീസെൻ്റായിട്ട് കഴിഞ്ഞ കമ്മീഷൻ യോഗത്തിൽ സോയിൽ സർവേ ആൻഡ് സോയിൽ കൺസർവേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ സോയിൽ കൺസർവേഷൻ ഓഫീസർ തസ്തികയുടെ നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിക്കാനുള്ള തീരുമാനമായിട്ടുണ്ട്. അപ്പോൾ പോസ്റ്റിൻ്റെ വിശദവിവരങ്ങളിലേക്കൊന്ന് കടക്കാം. ലാസ്റ്റ് തവണ ഇത് 2019 വിളിച്ചിരുന്നത്. അപ്പോൾ അന്നത്തെ ക്വാളിഫിക്കേഷൻ മെൻഷൻ ചെയ്തിരുന്നത് ഡിഗ്രി ഇൻ അഗ്രികൾച്ചർ ഫ്രം റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി. അപ്പോൾ സാലറി സ്കെയിലൊക്കെ നോക്കുവാണെങ്കിൽ വളരെ അട്രാക്റ്റീവാണ്. ഇപ്പോൾ വരെ 10 പേർക്ക് അഡ്വൈസ് ലഭിച്ചിട്ടുണ്ട്. 47 പേരെയായിരുന്നു മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരുന്നത്. അപ്പോൾ നമുക്കറിയാം കഴിഞ്ഞ ഒരു 1.5 വർഷക്കാലമായിട്ട് കേരള PSCയിൽ ഡിഫറെൻറ്റ് തസ്തികയിൽ അഗ്രികൾച്ചർ പൂർത്തിയാക്കിയവർക്ക് കുറേ അധികം നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒരു മികച്ച അവസരങ്ങളായിരുന്നു. റീസെൻ്റായിട്ടായിരുന്നു നമുക്ക് അഗ്രികൾച്ചർ ഓഫീസറിൻ്റെ എക്സാം നടന്നത്. അപ്പോൾ അതിനുശേഷം വരുന്ന ഒരു മികച്ചൊരു അവസരമാണ്. ഇപ്പോൾ ഏണസ്റ്റ് അക്കാഡമി അഗ്രികൾച്ചർ അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2, ഫാം അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2, അഗ്രികൾച്ചർ ഓഫീസർ, അതേപോലെ IBPSലെ AFO, ഇനി നടക്കാൻ പോകുന്ന FC അസിസ്റ്റൻറ്റ് ഗ്രേഡ് 3 ടെക്നിക്കൽ എക്സാംസിൻ്റെയൊക്കെ കോച്ചിങ് നടത്തി വരുവാണ്. അപ്പോൾ ലാസ്റ്റായിട്ട് നമ്മൾ ഏണസ്റ്റ് അക്കാഡമി കംപ്ലീറ്റ് ചെയ്തൊരു കോഴ്സായിരുന്നു അഗ്രികൾച്ചർ ഓഫീസർ. മികച്ചൊരു ഫീഡ്ബാക്ക് ആയിരുന്നു നമുക്ക് ഈ കോഴ്സ് നടത്തിയിട്ട് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും ഈ എക്സാമുകൾക്കൊക്കെ തയ്യാറെടുത്തിട്ട് കുറേ അധികം ഉദ്യോഗാർത്ഥികൾക്ക് റാങ്ക് ലിസ്റ്റിൽ പ്രവേശിക്കാൻ സാധിച്ചിട്ടുണ്ട്, നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഇനിയും കുറച്ച് ഉദ്യോഗാർത്ഥികൾ നന്നായിട്ട് ട്രൈ ചെയ്തിട്ടും അവർക്ക് റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിക്കാൻ അവസരം ലഭിച്ചിട്ടില്ല. ഇനിയും റീസെൻ്റായിട്ട് പാസ് ഔട്ട് ആയ ഉദ്യോഗാർത്ഥികൾക്ക് ഈ എക്സാംസിനൊന്നും അപ്ലൈ ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഇനിയും നിങ്ങളുടെ ഊഴമാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു എക്സാംസ് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. അപ്പോൾ എന്തായാലും ഒരു ഗ്ലാമർ പോസ്റ്റാണ്. സാലറി സ്കെയിൽ കൊണ്ടും ജോബ് പ്രൊഫൈൽ കൊണ്ടും വളരെ അട്രാക്റ്റീവാണ്. വളരെ താമസിക്കാതെ തന്നെ നിങ്ങളുടെ പ്രൊഫൈലിൽ ഈ മെസ്സേജ് വരുന്നതായിരിക്കും. അപ്പോൾ എത്രയും വേഗം അപ്ലൈ ചെയ്യുക. ഇനിയും ഈ എക്സാം നിങ്ങൾക്ക് എന്തായാലും ഒരു മാർച്ച് ഏപ്രിലേക്ക് എന്തായാലും പ്രതീക്ഷിക്കാം. PSCയുടെ റീസെൻറ്റ് ട്രെൻഡ് നോക്കുവാണെങ്കിൽ അവർ ജാനുവരി മാസത്തേക്ക് തന്നെ ആ ഇയറിൽ എല്ലാ എക്സാംസിൻ്റെ ഷെഡ്യൂൾ ഇടും. അപ്പോൾ നമുക്ക് ഡിസംബറിൽ വരുന്ന നോട്ടിഫിക്കേഷൻ ആയതുകൊണ്ട് ജാനുവരിയിൽ അവർ ഷെഡ്യൂൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആദ്യ സ്ലോട്ടിൽ തന്നെ എക്സാം ലഭിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്തായാലും ഒരു മാർച്ച് ഏപ്രിലേക്കൊക്കെ എക്സാം നമുക്ക് ഇതിൻ്റെ പ്രതീക്ഷിക്കാം. ഇനിയും ഈ എക്സാംസിന് നിങ്ങൾക്ക് എങ്ങനെ തയ്യാറെടുക്കണം, എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം, കഴിഞ്ഞ എക്സാംസിനൊക്കെ നിങ്ങൾ കുറേ അധികം ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻസ് നെക്സ്റ്റ് ലെവലിൽ എത്തിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു ഗൈഡൻസിൻ്റെ കുറവുണ്ട്. അപ്പം ഈ എക്സാമിന് എങ്ങനെ പഠിച്ച് തുടങ്ങണം, റീസെൻ്റായിട്ടുള്ള എക്സാമുകളുടെയൊക്കെ ട്രെൻഡ് എന്തായിരുന്നു, ഇതെല്ലാം മനസ്സിലാക്കി കൃത്യമായിട്ടൊരു ഗൈഡൻസോടെ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഈ എക്സാംസ് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഏണസ്റ്റ് അക്കാഡമി ഇതിൻ്റെ കോഴ്സും ഉടൻ തന്നെ ഒരു ലോങ് ടൈം ബാച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്ത് ഉടൻ തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻസ് കൊണ്ടുപോകുക. അതേപോലെ തന്നെ തുടക്കക്കാർക്ക് നമ്മളൊരു വെബിനാർ ഉടൻ തന്നെ അറേഞ്ച് ചെയ്യുന്നുണ്ട്. ആ വെബിനാറിൽ നിങ്ങൾക്ക് ലൈവായിട്ട് ഇൻട്രാക്റ്റീവായിട്ട് നമ്മുടെ ഫാക്കൽറ്റി എക്സ്പേർട്ടിനോട് നിങ്ങൾക്ക് പല കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കാവുന്നതാണ്. അങ്ങനെ കൃത്യമായിട്ടൊരു ഗൈഡൻസോടെ നിങ്ങളുടെ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യുക. വെബിനാറിന് ജോയിൻ ചെയ്യാനായിട്ടും കോഴ്സിന് ജോയിൻ ചെയ്യാനായിട്ടും കമൻറ്റ് ബോക്സിൽ കാണുന്ന ഗൂഗിൾ ഫോം നിങ്ങൾക്ക് ഫില്ല് ചെയ്യാവുന്നതാണ്. അതേപോലെ കൂടുതൽ ജോബ് അപ്ഡേറ്റ്സ് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യുക. നിങ്ങളുടെ പ്രിപ്പറേഷൻസിന് ഓൾ ദ ബെസ്റ്റ്. താങ്ക്സ്.